സുബിനാണ്. ഇന്ന് നമ്മൾ 2024 കാലെടുത്ത് വെച്ചു. ഇതുവരെ 2023 പല ആളുകളും പല റെസല്യൂഷനുകളും നമ്മൾ എടുത്തിട്ടുണ്ടാവും. 2024 നമ്മൾ ചെയ്യേണ്ടതായ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടാവും. പുതിയ കാർ വാങ്ങണം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കണം, ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കണം, അതുപോലെ ഒത്തിരി തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ഗോളുകൾ എന്നാണ് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. സത്യത്തിൽ എന്താണ് ഗോളുകൾ, എന്താണ് ഡ്രീം എന്ന് പലർക്കും അറിയാറില്ല. നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മളുടെ ഗോളുകളായി പലരും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലരും നമ്മൾ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത്തരം റെസല്യൂഷനുകൾ കട്ട് ചെയ്ത് കളയാണ് പതിവ്. കാരണം നമ്മളെ തന്നെ പറ്റിക്കുകയാണ്. നാം ഒരു തീരുമാനം എടുത്താൽ നടപ്പാക്കുന്നതെല്ലാം നമ്മളുടെ ഉപബോധ മനസ്സിനെ തന്നെ നാം ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്. നമ്മളൊരു തീരുമാനം എടുക്കും, മദ്യപാനം നിർത്തും, അല്ലെങ്കിൽ എക്സസൈസ് തുടങ്ങും എന്നൊരു തീരുമാനം എടുക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളത് വേണ്ട, ഇനി അടുത്ത പിന്നെ നോക്കാം എന്ന് വെച്ച് വീണ്ടും നമ്മൾ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ പോകും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും കാരണം. നമ്മൾ ഇന്നുണ്ട് പല വിജയിച്ച ആളുകളെ നോക്കുകയാണെങ്കിൽ എല്ലാവരും അവർക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ ഫോർച്യൂൺ 500 അല്ലെങ്കിൽ ഫോക്സ് മാഗസീനിലൊക്കെ കൊടുത്തിട്ടുള്ള ബിസിനസ്സുകാരെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അവരുടെ കൃത്യമായ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. അവരുടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ അവരെന്ത് ചെയ്യും, അടുത്ത 10 വർഷത്തിനുള്ള അവരെന്ത് ചെയ്യും, ഒരു 100 വർഷത്തെ തന്നെ അവരുടെ കമ്പനിയുടെ അവരുടെ ബിസിനസ്സിന്റെ പ്ലാനുകൾ അവർ ആദ്യമേ വ്യക്തമായി തയ്യാറാക്കിയതിന് ശേഷമായിരിക്കും അവർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വിജയിക്കും. നമ്മളെല്ലാവരും വിജയിക്കണമെങ്കിൽ എന്തായാലും കൃത്യമായ ഗോളുകൾ ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വപ്നമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നമ്മൾ വ്യക്തമായി ഡിഫൈൻ ചെയ്തിരിക്കണം. അതിനു വേണ്ട സ്റ്റെപ്സ് നമ്മൾ എടുത്തിരിക്കണം. ഒരു 3 മാസത്തെ ലക്ഷ്യം എന്താണ്, 6 മാസത്തെ ലക്ഷ്യം എന്താണ്, ഒരു കൊല്ലം കൊണ്ട് നമ്മൾ എന്ത് നേടും എന്ന് വ്യക്തമായി നമ്മൾ പ്ലാൻ ചെയ്യുക. അതിനാവശ്യമായ സ്റ്റെപ്സ് എടുക്കുക. നമ്മളുടെ യാത്രയെ വ്യക്തമായി മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് അതിനനുസരിച്ച് യാത്ര ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഈ 2026 എല്ലാവർക്കും മനോഹരമായ ഒരു വർഷമാവട്ടെ. ഒരുപാട് ഉയർച്ചകളും നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന ഒരു അടിപൊളി വർഷം. അപ്പോൾ ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ.